ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പട്ടുപാവാടയ്ക്ക് നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പ്ലീറ്റ് എടുക്കാം. തുണി എത്ര കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമുക്ക് പ്ലീറ്റ് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏത് പ്രായമാണെങ്കിലും ഏത് അളവാണെങ്കിലും ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പട്ടുപാവാട തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാനിവിടെ എടുത്തേക്കുന്ന അളവെന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ട് 28 ഇഞ്ചും ഫുൾ ലെങ്ത് 39 ഇഞ്ചുമാണ്. നിങ്ങളുടെ കയ്യിലുള്ള അളവെടുത്താൽ മതി കേട്ടോ. നല്ല പോലെ ഫ്ലെയർ ആയിട്ടൊരു സ്കേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് 4 മീറ്റർ മെറ്റീരിയലാണ്. ഇതിൽ കുറച്ച് നിങ്ങൾക്ക് തുണി എടുക്കാം. 3 മീറ്ററിൽ നമുക്ക് ചെയ്യാം, 5 മീറ്ററിൽ ചെയ്യാം. പക്ഷെ നമുക്ക് അത്യാവശ്യം മിനിമം നമ്മൾ നല്ല ഫ്ലെയറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 മീറ്റർ തുണിയെങ്കിലും നമ്മൾ എടുത്തിരിക്കണം, പാവാടയ്ക്ക് വേണ്ടി മാത്രം. ഇതിപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മീറ്റർ മെറ്റീരിയൽ എടുത്താൽ മതിയാവും. 2 മീറ്ററിലും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷെ നമ്മുടെ പ്ലീറ്റും ഫ്ലെയറും കുറവായിരിക്കും എന്നുള്ളൂ. നമ്മുടെ കയ്യിൽ എത്ര മെറ്റീരിയലാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ് കുറച്ചും കൂട്ടിയും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തുണി എത്ര വേണമെന്നുള്ള കൺഫ്യൂഷൻ ഇനി വേണ്ട. നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെയാണ് ഞാനിത് സാരിയിൽ നിന്ന് മുന്താണി കട്ട് ചെയ്ത് മാറ്റുകയാണ്. മുന്താണി വെച്ചിട്ടാണ് അവർക്ക് ബ്ലൗസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കുന്നത്. ഇതിൽ ഞാൻ പാവാട മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം പാവാടയുടെ പ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും സംശയമാണ്, എത്ര വെച്ചിട്ട് എടുക്കണം, എങ്ങനെ എടുക്കണം. ചിലപ്പോൾ പട്ട അധികം വരും, ചിലപ്പോൾ പട്ട തികയാതെ വരും, ചിലപ്പോൾ വണ്ണം നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്ക് അരവണ്ണം കൂടുതലായിരിക്കും. വള്ളി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ കെട്ട് വെച്ചിട്ടാണ് നമ്മൾ പാവാട ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇടുപ്പണത്തെക്കാട്ടിയും ഒരു 1-2 ഇഞ്ച് കൂടിയാലും പ്രശ്നം വരില്ല. പക്ഷേ ഹുക്ക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടണം. ഇപ്പം ഞാൻ ഹുക്ക് വെച്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ സാരി ഞാൻ ഇതേപോലെ ഒരു തുല്യമായിട്ടിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒരു 7 തവണ ഒന്ന് മടക്കി ചെറുതാക്കി എടുത്തിട്ടുണ്ട്, വീതി കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി സാരിയുടെ ഉൾഭാഗം താഴെയും അകത്തും ഒന്നും കയറിപ്പോയിട്ടില്ല, ചുളുങ്ങിയിരിപ്പില്ല എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം. സൈഡൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് കൊടുക്കണം. മേളറ്റവും താഴറ്റവും ഒക്കെ ലെവലാക്കി എത്ര തട്ടായിട്ടാണ് നമ്മൾ മടക്കിയിരിക്കുന്നത്, എത്ര ഭാഗമായിട്ടാണോ മടക്കിയിരിക്കുന്നത്, ആ ഭാഗങ്ങളെല്ലാം ക്ലിയറായിട്ട് ഒരേ ലെവലിൽ തന്നെയാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തണം. അഥവാ ഈ പ്ലീറ്റൊക്കെ ഈ ഉടുത്ത് പഴകിയ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീറ്റൊക്കെ ചുരുങ്ങിയിരിക്കും. അങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന പ്ലീറ്റൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതിൽ നമുക്ക് ചുളുങ്ങിയതൊന്നുമില്ല, ഇത് പുതിയ സാരിയാണ്. അപ്പോൾ ആ പുതിയ സാരിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തുണിയിൽ ആവശ്യമായ നീളം അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്കിവിടെ ഫുൾ ലെങ്ത് വന്നേക്കുന്നത് എത്രയാണ്? 39 ഇഞ്ചാണ്. 39 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 39 ഇഞ്ച് നമ്മൾ ഈ തുണിയിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് 2 ഇഞ്ചോളം പട്ട കൊടുക്കണം. ഇപ്പോൾ 2 ഇഞ്ചല്ല 3 ഇഞ്ചാണ് നിങ്ങൾ പട്ട കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എത്ര ഇഞ്ചാണ് നമുക്ക് പട്ട വേണ്ടത് അത്രയും കുറച്ച് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു കറക്റ്റ് അളവിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ പാവാടയുടെ ലെങ്ത് വേണ്ട 39 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പട്ടയുടെ അളവായ 2 ഇഞ്ച് കുറച്ചിട്ട് 37 ഇഞ്ച് തുണിയിൽ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ മുകളിലത്തെ പട്ട വെച്ചടിക്കുമ്പോൾ കുറഞ്ഞു പോകുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ, ആ 1/2 ഇഞ്ച് കൂടി ചേർത്ത് 37 ഇഞ്ചാണ് ഞാൻ ആഡ് ചെയ്ത് തുണിയിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയം എന്തെങ്കിലും കമൻറ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും നടുക്ക് സെൻറ്റർ ഭാഗത്തും ഒക്കെ നമ്മൾ ഈ അളവ് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ലെവൽ വിട്ടുപോകും. നമ്മൾ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുന്നുള്ളതുണ്ടെങ്കിൽ ലെവൽ മാറിപ്പോവും. ചിലപ്പോൾ ഒന്ന് വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സൈഡ് കൊണ്ട് പാവാട കയറി നിൽക്കും. അതേപോലെ തന്നെയാണ് താഴെ അറ്റം നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. മെറ്റീരിയലിൻ്റെ താഴെ അറ്റം മടക്കി അടിക്കേണ്ടി വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൂടി 1/2 ഇഞ്ചാണോ 1 ഇഞ്ചാണോ നിങ്ങൾക്ക് എത്ര മടക്കി അടിക്കണമെന്ന് നോക്കിയിട്ട് അതുകൂടി ചേർത്ത് വേണം തുണി കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്കേർട്ടിൻ്റെ പ്ലീറ്റ് എടുക്കാനുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ സാരി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മുന്താണിയും പഫ് സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി സാരി ഫുള്ള് അതിലുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇടുപ്പിൻ്റെ അളവ് വെച്ച് കണക്ക് കൂട്ടുകയോ കാൽക്കുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെയാണ് ഈ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾ സാരിയുടെ സെൻറ്റർ ഭാഗം, അതായത് ഈ രണ്ടായിട്ട് സാരി നൂറ്റതിന് ശേഷം സാരി 2ആയി മടക്കി അതിൻ്റെ സെൻറ്റർ ഭാഗം നോച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 4.5 മീറ്ററോളം മെറ്റീരിയലുണ്ട്. ഈ 4.5 മീറ്റർ മെറ്റീരിയലും നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ് എടുത്ത് നമ്മളൊരു 28 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാവാടയുടെ മുകളിലുള്ള ആ പട്ട കട്ട് ചെയ്യുന്നതാണ് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ 28 ഇഞ്ചാണ് വണ്ണം വന്നിരിക്കുന്നത്. ഞാൻ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 30 ഇഞ്ചാണ് പട്ട എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ, ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ ലെങ്ത് ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇതൊരു 4 ഇഞ്ച് എടുത്താലും മതി. നിങ്ങളുടെ പട്ട എത്രയാണോ ആ വീതിക്ക് നിങ്ങൾ എടുത്താൽ മതി. തുണി 2ആയിട്ട് മടക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ് നീളം
ഞാൻ 15 ഇഞ്ച് മാർക്ക് ചെയ്തത്. 30 ഇഞ്ചാണ് നൂത്തെടുക്കുമ്പോൾ വരേണ്ടുള്ളത്. അങ്ങനെ നമ്മുടെ പാവാടയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് തുണിയിൽ പ്ലീറ്റ് ഇട്ടെടുക്കാം. ഞാനിവിടെ നല്ല വശത്തേക്കാണ് കേട്ടോ പ്ലീറ്റ് എടുക്കുന്നത്. ആദ്യം കുറച്ചൊന്ന് അടിച്ച് നിർത്തിയിട്ട് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചോളം അടിച്ച് നിർത്തിയിട്ട് 1 ഇഞ്ച് വീതിക്ക്, നിങ്ങൾ എത്ര ഇഞ്ച് വീതിക്കാണോ പ്ലീറ്റ് എടുക്കുന്നത്, അപ്പോൾ 1/2 ഇഞ്ചാവാം, 1 ഇഞ്ചാവാം, 1.5 ആവാം, 1.25 ആവാം, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ഒരു വീതിയിലേക്ക് നിങ്ങൾ മടക്കി കൊടുക്കുക, പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. ആദ്യം ചെറിയൊരു പ്ലീറ്റ് എടുത്ത് അടിച്ച് വെച്ച ശേഷം നമുക്ക് 1 ഇഞ്ച് നമുക്ക് എത്ര അളവിനാണോ പ്ലീറ്റ് വേണ്ടത് ആ അളവ് മാത്രം മതി നമുക്ക് പുറത്തേക്ക് വരുന്നത്. ബാക്കി നമ്മൾ തുണി ചെയ്യേണ്ടുള്ളത്, ഇപ്പോൾ 1 ഇഞ്ച് ഞാൻ വെച്ച് കയ്യിലെടുത്തിട്ട് ബാക്കി ഇത്രയും തുണി, അതായത് കുറേ അധികം തുണി നമ്മൾ അകത്തേക്ക് നീക്കി കൊടുക്കണം. ഇതേപോലെ നീക്കി കൊടുത്ത് പ്ലീറ്റ് ഇട്ടെടുക്കണം. നമ്മൾ മധ്യഭാഗത്ത് നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. 2 പാർട്ടാക്കിയാണ് വെച്ചേക്കുന്ന തുണി. 2 പാർട്ടെന്ന് വെച്ചാൽ 2 പാർട്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. തുണി 2 പാർട്ടാക്കി ഞാനവിടെ നോച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോച്ച് വരെ, ആദ്യത്തെ നോച്ച് വരെ നമ്മൾ പ്ലീറ്റ് എടുക്കുക. ഇതേപോലെ അകത്തേക്ക് കുറച്ചൊന്ന് അടിച്ച് കുത്തി നിർത്തിയിട്ട് അതിനകത്തേക്ക് ഈ പ്ലീറ്റ് കയറ്റി കൊടുക്കുക. ഈ പ്ലീറ്റിൻ്റെ അടിഭാഗം ചെന്ന് തട്ടുന്ന ഭാഗം വരെ ഒന്ന് ചെറുതായിട്ട് കുത്തി നിർത്തുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ തുണി കുറേ അധികം, അതിനൊരു കണക്കില്ല കേട്ടോ, എത്ര കണക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുണി എത്രത്തോളം തോനെ ഉണ്ടോ, ഇത് തുണി വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. കുറച്ച് തുണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീറ്റിൻ്റെ പകുതി വരെയൊക്കെ നമുക്ക് മടക്കി കൊടുക്കാം. അത് നമ്മളിപ്പോൾ എടുക്കുന്ന പ്ലീറ്റിൻ്റെ പകുതി വരെയൊക്കെ, കുറച്ച് തുണിയേ ഉള്ളെങ്കിൽ നമുക്ക് അത്രയും മടക്കിയാൽ മതി. ഇത് പക്ഷേ തുണിയുണ്ട്, അവർക്ക് നല്ല ഫ്ലെയറും വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തുണി നമ്മൾ അകത്തേക്ക് ഇതേപോലെ അകത്തേക്ക് പ്ലീറ്റ്, അത് നമ്മൾ എടുക്കുന്ന പ്ലീറ്റിൻ്റെ ഇരട്ടിയാണ് ഞാൻ ഈ അകത്തേക്ക് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലീറ്റ് തേച്ചില്ലെങ്കിൽ കൂടി അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. നമ്മൾ പ്ലീറ്റ് അയൺ ചെയ്തില്ലെങ്കിലും ആ ഒരു പ്ലീറ്റ് അതേപോലെ തന്നെ കിടക്കും. ഇതേപോലെ അകത്തേക്ക് നീക്കി കൊടുത്തെടുക്കുക. എന്നിട്ട് നമ്മളിതാ നോച്ച് വരെ ചെയ്യുക. മുകളിൽ അടിക്കാൻ വേണ്ടി നമ്മൾ വെട്ടി വെച്ചിരുന്ന പട്ടയുണ്ടല്ലോ, ആ പട്ടയിലും സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെച്ച് നോക്കുക, നമ്മൾ ഈ സാരിയുടെ എടുത്ത നോച്ചും സെൻറ്റർ പാർട്ടും മറ്റേ ആ പട്ടയുടെ സെൻറ്റർ പാർട്ടും ഒത്തുവരുന്ന ഭാഗം എത്തുമ്പോൾ പ്ലീറ്റ് നിർത്തുക. കണ്ടോ, ഇതേപോലെ. അപ്പോൾ സാരിയുടെയും പട്ടയുടെയും നോച്ചിൻ്റെ ഭാഗം സെൻറ്റർ വരെ ഞാൻ കറക്റ്റ് പ്ലീറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്ററുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കി ഭാഗവും നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുക. ഇടയ്ക്ക് നമ്മൾ ആ അരയ്ക്ക് വേണ്ടി ഇടുപ്പിൻ്റെ ഭാഗത്തേക്ക് വെട്ടിയ പട്ട വെച്ചിട്ട് നമ്മൾ നോക്കുക അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ സാരിയുടെ ഈ പാവാടയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും നമ്മൾ അകത്തേക്ക് മടക്കി ചീത്ത വശത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കണം. ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി അടിച്ചാൽ മതി. എന്നിട്ട് ഞാനിതിനകത്ത് അതൊന്നും കാണിച്ചിട്ടില്ല. അകഭാഗത്ത്, അതായത് മിക്കവരും പുറത്ത് വെച്ച് നല്ല വശത്ത് വെച്ച് പട്ട അടിച്ചിട്ട് അകത്തേക്ക് മറിച്ചിട്ടടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തയ്യലൊക്കെ നിങ്ങൾക്ക് വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെക്കാട്ടി എളുപ്പമാണ് നമ്മൾ അകഭാഗം, അതായത് തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് പട്ട വെച്ച് അടിച്ചിട്ട് തിരിച്ച് മടക്കി തുണിയുടെ പുറത്തേക്ക് ഇതേപോലെ വെച്ച് അടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിപ്പോൾ നമ്മൾ ഇടുപ്പിൻ്റെ കറക്റ്റ് അളവ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിനി ഹുക്കിനുള്ള പട്ടയും കൂടെ വെച്ച് കൊടുത്താൽ മതി. പ്ലീറ്റൊക്കെ അതുണ്ട് ഇതേപോലെ തന്നെ കിടക്കുന്നത്. ഞാൻ അയൺ ചെയ്തിട്ടില്ല, അയൺ ചെയ്തതിന് മുമ്പേ ഉള്ള ഇതാണ് നിങ്ങളെ കാണിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ പ്ലീറ്റ് ഇതേപോലെ തന്നെ കിടക്കും കേട്ടോ. പ്ലീറ്റ് എത്ര നാളായാലും പ്ലീറ്റ് നൂന്ന് പോത്തില്ല. പ്ലീറ്റ് ഇതേപോലെ തന്നെ പ്ലീറ്റായിട്ട് തന്നെ കിടക്കും. ഇത് നമ്മുടെ കസ്റ്റമർ ഇട്ട ശേഷമുള്ള വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോ ബ്ലൗസിനെ കുറിച്ചിട്ടുള്ളതാണ്. അളവ് ബ്ലൗസിന് നിന്ന് എങ്ങനെ അളവെടുക്കാമെന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. മറന്നുപോയതല്ല, ഷോപ്പിലിപ്പോൾ അത്യാവശ്യം തിരക്കായതുകൊണ്ടാണ്.